നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുമ്പോൾ ഭരണകർത്താക്കൾ തിരിഞ്ഞു നോക്കാത്ത ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അങ്ങ് വനത്തിനകത്ത് പ്രളയത്തിൽ വീടും റോഡും പാലവും തകർന്ന് 6 വർഷമായി ഉൾവനത്തിൽ കഴിയുന്ന നിലമ്പൂരിലെ 300 ആദിവാസി കുടുംബങ്ങൾ. അവരുടെ ജീവിതം ദുരിതം നിറഞ്ഞതാണ്. ആ കാഴ്ച കാണാതെ പോകരുത്. 2019 പ്രളയത്തിൽ ഒറ്റപ്പെട്ടുപോയ കുറേ മനുഷ്യരാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അന്നത്തെ പ്രളയത്തിൽ ഇവരുടെ പാലം ഒലിച്ചുപോയി, വീടുകൾ നഷ്ടമായി, ഒന്നും പുതുതായി സർക്കാർ നൽകിയിട്ടില്ല. കുത്തിയൊലിക്കുന്ന ചാലിയാറിനെ മറികടന്ന് വേണം ഓരോ ദിവസവും അക്കരെ നിന്ന് ഇക്കരയെത്താനും ഇക്കരെ നിന്ന് അക്കരയെത്താനും. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. കൊച്ചു കുട്ടിയുമായി സുധയും സുനിമോളും ചങ്ങാടത്തിനായി കാത്തു നിൽക്കുകയാണ്. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവഞ്ഞിപ്പുഴയിലെ കുത്തിയൊലിക്കുന്ന ഒഴുക്കിനെ തുഴഞ്ഞുമാറ്റി ഉന്നതിയിലെ മറ്റു കുടുംബങ്ങളെ 2 യുവാക്കൾ ചേർന്ന് ഇക്കരക്കെത്തിച്ചു. ആ ചങ്ങാടത്തിൽ ഭീതിയോടെ സൂക്ഷ്മതയോടെ അവർ അക്കരയ്ക്ക്. പ്രധാന പ്രശ്നം പറഞ്ഞാൽ ഈ പാലം. ഇപ്പം ആരെങ്കിലും വയ്യാണ്ട് കിടക്കണം. ഇപ്പം എത്രയോ ഗർഭിണികളുണ്ട്. അവരൊക്കെ ഇപ്പം 3 നാളായിട്ട് ചുങ്കത്തറയ്ക്ക് പറഞ്ഞുവിടെ നിൽക്കുകയാണ്. കാരണം എന്തെങ്കിലും വയ്യായി വന്നു കഴിഞ്ഞാൽ അവർക്ക് അക്കരെ കയറാൻ പറ്റില്ല. അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും. ആണുങ്ങളൊക്കെ നീന്തി പോരും, നീന്താൻ പറ്റുന്ന ആൾക്കാർ. പിന്നെ നീന്താൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മെമ്പറെ വിളിച്ച് ഡെങ്കി പോട്ട് വരുത്തലാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ദുരിതം. വർഷം 6 പിന്നിട്ടു. 2019 പ്രളയത്തിലാണ് വീടും റോഡും പാലവും തകർന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ഷെഡുകളിൽ കഴിയുന്ന ഈ കുടുംബങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. വീട് ഞങ്ങളെ ദുരന്തത്തിന് ശേഷം ഞങ്ങൾ ഇപ്പോഴും ടാർപോളിങ്ങാണ്. വീടൊന്നും ആയിട്ടില്ല. ഞങ്ങളൊക്കെ ഷെഡിൻ്റെ ഉള്ളിൽ നിൽക്കും. എത്ര കാലം എന്ന് വിചാരിച്ച ഷെഡിൻ്റെ ഉള്ളിൽ പോവുകയും പിടിച്ചങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കിണർ തന്നെ പണി കഴിച്ചിട്ട് അതിൻ്റെ പണി തന്നെ ഇതുവരെ ആയിട്ടും പൂർത്തിയായിട്ടില്ല. ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകി ഇരുട്ടിക്കുത്തിക്കടവിൽ പാലം ഒലിച്ചു പോയതോടെയാണ് മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടിക്കുത്തി, വാണിയമ്പുഴ, കുമ്പളപ്പാറ, തരിപ്പപ്പൊട്ടി ഉന്നതികളിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടു പോയത്. പലതവണ താൽക്കാലിക പാലം നിർമ്മിച്ചെങ്കിലും എല്ലാം തകർന്നു. നിലവിൽ സർക്കാർ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇനിയും ഏറെ നാളെടുക്കും. അപ്പോഴും സ്വന്തമായൊരു കൂര എന്ന സ്വപ്നം ഇനിയും ബാക്കി. മഴ വരുമ്പോൾ ഭീതിയോടെയാണ് ഒരു കൂട്ടം ജനങ്ങൾ അക്കരെ കഴിയുന്നത്. നിലമ്പൂർ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ കോളനിയിലുള്ള ജനങ്ങൾക്കും ചിലതൊക്കെ പറയാനുണ്ട്. സ്ഥാനാർത്ഥികൾ അതും കൂടി കേൾക്കണം. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ.